ഹായ് ആരോ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, ലൈക്ക് ചെയ്തിട്ട് കാണുക, ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ടും രുചികരമായിട്ടും വിഷുക്കട്ടി ഉണ്ടാക്കുന്നത് കാണാം കേട്ടോ. അപ്പോൾ ഒരു നാഴി അരിയാണ് എടുത്തിട്ടുള്ളത്, പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് ഒരു ചെറിയ സ്പൂണിൽ ജീരകം എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്, 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു കുക്കർ എടുത്തിട്ടുണ്ട്, ഒരു തേങ്ങ ചിരകിയിട്ട് അതിൻ്റെ പാല് പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. 1-ാം പാൽ ഒരു ചെറിയ ഗ്ലാസ്സിലും 2-ാം പാൽ 2 കപ്പായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഈ 2-ാം പാലിൽ നമ്മൾ ഒഴിച്ച് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ കുക്കറിനകത്ത് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 2-ാം പാൽ 2 കപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്ത് നമുക്ക് കുക്കർ വെക്കാം കേട്ടോ. അടച്ച് വെച്ച് ഒരു വിസിലടിക്കുന്നുണ്ട്. 3 സാധനങ്ങൾ അരച്ച് പേസ്റ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷം കുക്കർ തുറന്നെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെച്ചത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതോടൊപ്പം 1-ാം പാൽ എടുത്ത് വെച്ചത് ഒഴിച്ചിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടൊന്ന് ഇളക്കി വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് വറ്റിച്ച് പോകുന്ന പോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കട്ടയായിട്ട് തോന്നുമ്പോൾ നമുക്ക് എടുത്തിട്ട് ഒരു വാഴയിലയിലേക്ക് നമുക്കിത് പകർത്തി സെറ്റ് ചെയ്യാൻ വെക്കാവുന്നതാണ് കേട്ടോ. ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നമുക്ക് വിഷുക്കട്ടി ഉണ്ടാക്കാം. ഇത് ഏകദേശം കട്ടയായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കൊരു വാഴയില എടുത്ത് വെച്ചിട്ടുണ്ട്, അതിനകത്തേക്ക് ഇത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഞാനൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്പൂൺ വെച്ചിട്ടൊക്കെ തന്നെയാണ് പരത്തി എടുത്താണ്ട്. കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കട്ട് ചെയ്ത് കിട്ടും കേട്ടോ. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നുള്ളൂ. അപ്പോൾ അതേ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഞാൻ ഇതുപോലത്തെ പീസുകളായിട്ടാണ് മുറിച്ചെടുക്കുന്നത്. ഇത്രയും ഉണ്ടാക്കുമ്പോൾ കുറേ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആവശ്യത്തിന് ഉണ്ടാക്കാവുന്നുള്ളൂ, അളവ് കുറച്ചിട്ട്. അപ്പോൾ അതേ അപ്പുറത്തോടെ ഇപ്പുറത്തോടെ ഒന്ന് കത്തി വെച്ച് വരഞ്ഞു കൊടുത്ത് സിമ്പിളായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടും രുചികരമായിട്ടും നമുക്ക് വിഷുക്കട്ടി ഉണ്ടാക്കാം. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.